ഇപ്പോൾ തത്കാൽ ബുക്കിംഗിൽ വലഞ്ഞിരിക്കുകയാണ് യാത്രക്കാർ. തത്കാൽ കിട്ടാനില്ല പലർക്കും. അതിഥി തൊഴിലാളികളുടെ തിരക്ക് കൂടി വർദ്ധിച്ചതോടെ മറ്റ് യാത്രക്കാർക്ക് ടിക്കറ്റ് എടുക്കാനാകുന്നില്ലെന്നാണ് ആക്ഷേപം. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ തത്കാൽ ബുക്കിങ്ങിനായുള്ളത് 2 കൗണ്ടറുകൾ മാത്രമാണ്. കൂടുതൽ കൗണ്ടറുകൾ വേണമെന്നാണ് ഈ ആവശ്യം. അതിനിടെ റെയിൽവേ സ്റ്റേഷനിലെ ഇൻഫർമേഷൻ കൗണ്ടറും പൂട്ടിയതോടെ യാത്രക്കാരുടെ ദുരിതം വർദ്ധിച്ചു. ഞാനിപ്പം ഒരു 4 ദിവസമായിട്ട് എന്ത് ചെയ്യാണ്, ഡൽഹിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ എന്ത് ചെയ്യും, റെയിൽവേ സ്റ്റേഷനിൽ പോകും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ അതിഥി തൊഴിലാളികൾ 2 ദിവസം 3 ദിവസം മുന്നേയൊക്കെ വന്നിട്ട് അവിടെ കിടക്കുകയാണ്. നമുക്കതുകൊണ്ട് എന്ത് ചെയ്യാറില്ല, കൃത്യമായിട്ട് ടിക്കറ്റ് കിട്ടാറില്ല. അത് മാത്രമല്ല, ഇൻ കേസ് അവർക്ക് പോകണം, അത് നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ അതിനനുസരിച്ചുള്ള കൗണ്ടർ ഫെസിലിറ്റീസ് എന്ത് ചെയ്യുന്നില്ല, ഇവിടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ അവർ ഒരുക്കുന്നില്ല. ചോദിക്കുമ്പോൾ പറയുന്നത് വെച്ചാൽ ഉള്ള കൗണ്ടറും കൂടി അവർ പൂട്ടാൻ നോക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈൻ വഴി നോക്കിക്കോളൂ. ഓൺലൈൻ വഴി എടുക്കാൻ നമുക്ക് പ്രയാസം ഉണ്ടായിട്ടല്ല. പക്ഷേ എന്താണ്, ഈ ഒരു 10:30-11 മണിയൊക്കെ ആകുമ്പോഴത്തേന് സൈറ്റ് ഹാങ് ആണ്. നമ്മൾ അക്കൗണ്ടിൽ നിന്ന് പൈസ ടിക്കറ്റ് കിട്ടില്ല. ഒരുപാട് പേരാണ് മടങ്ങിപ്പോകുന്നത്. എന്താ പറയുക, പരീക്ഷയ്ക്ക് പോകേണ്ട കുട്ടികൾ വന്ന് മടങ്ങിപ്പോകുന്നു, വൈദ്യസഹായം കിട്ടേണ്ട ആൾക്കാർ വന്ന് മടങ്ങിപ്പോകുന്നു. ആർക്കും അറിയില്ല, അവർ എല്ലാവരും വന്ന് പെടുന്ന പോലെയാണ്. ശരത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരത്ത്, ഉള്ള ഇൻഫർമേഷൻ കൗണ്ടറും പൂട്ടിപ്പോയി. 4 തത്കാൽ കൗണ്ടറുകൾ ഉണ്ടായിരുന്നത് 2 അടച്ചു. എന്താ, യാത്രക്കാരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണല്ലോ. യാത്രക്കാർ ഇങ്ങനെയാണെങ്കിൽ, പ്രത്യേകിച്ച് ഈ തിരക്കുള്ള സമയത്ത്, വേനൽ അവധിക്കാലമാണ്, ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന സമയമാണ്, തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ഒരുപാട് അതിഥി തൊഴിലാളികളൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടാവും. യാത്രക്കാർ വലയുകയാണോ ശരത്തെ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. അതായത് യാത്രക്കാരൊക്കെ തന്നെ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ് എന്നുള്ളതാണ്. അതായത് തൽക്കാൽ ബുക്കിംഗ് സാധാരണഗതിയിൽ അത്യാവശ്യ ഘട്ടത്തിൽ എക്സാമോ മറ്റ് ഇൻ്റർവ്യൂ ഒക്കെ ആവശ്യമുള്ള സമയത്താണ് ആളുകൾ അടിയന്തര ഘട്ടത്തിൽ തൽക്കാൽ ബുക്കിങ്ങിന് ശ്രമിക്കാറുള്ളത്. കാരണം ബുക്കിംഗ് സാധാരണ നടക്കാതെ, റിസർവേഷൻ നടക്കാത്ത സാഹചര്യത്തിൽ തൽക്കാലിനെ ആശ്രയിക്കുകയാണ് പതിവ്. പക്ഷേ ഇവിടെ കോഴിക്കോട് അടക്കം പല ജില്ലകളിലും റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ 7 മണിക്ക് എത്തിയാൽ പോലും തൽക്കാൽ ബുക്കിംഗ് സാധ്യമാകുന്നില്ല എന്നുള്ള പ്രശ്നമാണ് തരത്തിൽ ആളുകളൊക്കെ തന്നെ മുന്നോട്ട് വെക്കുന്നത്. പ്രത്യേകിച്ച് ഇൻ്റർവ്യൂവിനും മറ്റും പോകാൻ റെയിൽവേ ആശ്രയിക്കുന്ന സമയത്ത് തൽക്കാൽ ബുക്കിങ്ങിന് വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ തലേ ദിവസം തന്നെ അതിഥി തൊഴിലാളികൾ എത്തി ബുക്ക് ചെയ്യുന്നു എന്നൊരു പരാതിയാണ്. അതായത് സാധാരണ അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. അവരും ഈ സമാനമായ ആവശ്യങ്ങളോ അല്ലെങ്കിൽ അത്തരം അത്യാവശ്യ ഘട്ടങ്ങളിലേക്ക് നാട്ടിലേക്ക് പോകുന്നവരായിരിക്കാം. പക്ഷേ ഈ അടിയന്തര ഘട്ടങ്ങളിൽ എക്സാമിനോ മറ്റോ പോകേണ്ടവർ ഈ റെയിൽവേ സ്റ്റേഷനിൽ തൽക്കാൽ ബുക്കിങ്ങിന് എത്തിയാൽ അതിന് പ്രശ്നം ഈ 2 കൗണ്ടറാണുള്ളത്. ഈ 2 കൗണ്ടറിലും വലിയ തിരക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് കിട്ടാനില്ല എന്നുള്ള പ്രയാസമാണ് മുന്നോട്ട് വെക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കും. 2 കൗണ്ടറാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലുള്ളത്. ആകെയുള്ള ഇൻഫർമേഷൻ കൗണ്ടർ അടക്കം പൂട്ടുകയും ചെയ്തു. നമുക്കിപ്പം യാത്രക്കാർ കൂടി ചെയ്യുന്നുണ്ട്. ചേച്ചി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്? ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. തൽക്കാലം എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ടിക്കറ്റ് കിട്ടുന്നു? ടിക്കറ്റ് കിട്ടൂല എന്നാ പറഞ്ഞത്. എന്തായാലും വരിയിരിക്കാം. ടോക്കൺ നമ്പർ 7 കിട്ടിയത്. ടോക്കൺ നമ്പർ 7 പോലും കിട്ടൂല എന്ന് പറഞ്ഞു. എന്തായാലും വരി നിന്ന് നോക്കാൻ പറഞ്ഞു. ഇത് റിസർവേഷൻ അല്ലാതെ കിട്ടാത്തത് കൊണ്ടാണ് തൽക്കാലം? അതാണ്. എങ്ങോട്ടേക്കാണ് പോകുന്നത്? ട്രിവാൻഡ്രത്തേക്ക് പോകാനായിട്ട്. നേരത്തെ ബുക്കിംഗ് ചെയ്തില്ല, എന്തുകൊണ്ട് വൈകി പോയതാണല്ലോ? പെട്ടെന്ന് ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ബുക്ക് ചെയ്യാത്തത്. അപ്പം തൽക്കാലം എടുക്കാമല്ലോ എന്ന് വിചാരിച്ചാൽ ഓൺലൈനിലാണ് എടുക്കല്. അപ്പോൾ ഓൺലൈനിൽ കിട്ടാത്തതുകൊണ്ട് ഇപ്പം ഇവിടെ വന്നത്. രാവിലെ 7 മണിക്ക് വന്നതാണ്. അപ്പോൾ കിട്ടുക എന്താ ഉറപ്പില്ല. തൽക്കാലം കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യാ, ലോക്കലിൽ കയറി പോകേണ്ടി വരും. അതാണ് അവസ്ഥ. പ്രത്യേകിച്ച് ലോക്കലിലൊക്കെ ഇപ്പോൾ AC-യിലൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നവരും ഒക്കെ ഈ ഉണ്ടാവുമല്ലോ, സ്ലീപ്പറെങ്കിലും കിട്ടിയാൽ മതി എന്ന് കരുതി വരുന്നവരാണ്. ഈ ചൂടിനിടയിൽ തിരക്ക് കൂടി ഉണ്ടെങ്കിൽ സഹിക്കാൻ പറ്റാതില്ല, അൺസഹിക്കബിൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ അവസ്ഥയാണ് മിക്കവാറും റെയിൽവേയിലൊക്കെ യാത്ര ചെയ്യുന്നവർ. ടിക്കറ്റ് എടുത്ത്, മുൻകൂർ ടിക്കറ്റൊക്കെ എടുത്ത് യാത്ര ചെയ്യാൻ ശ്രമിക്കുക പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അവസാന നിമിഷം ടിക്കറ്റ് എടുക്കാൻ പോയാൽ ഇതേപോലെ കിട്ടാനുള്ള സാധ്യതയൊന്നുമില്ല തൽക്കാലം.